നമസ്കാരം, ശ്രീകാന്താണ്, അമ്പാടി ജ്യോതിശാലയം അടൂർ. ഇതിനു മുമ്പ് ഞാൻ പബ്ലിഷ് ചെയ്തിരുന്ന 2 വീഡിയോകളിൽ പരാമർശിച്ച് വന്നിരുന്നത് നമ്മളുടെ ഭാഗ്യം, നമ്മൾക്ക് അനുകൂലമായി വരേണ്ട ഘടകങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് ഉള്ള കാരണങ്ങളെയും അതിൻ്റെ പരിഹാരങ്ങളുമാണ്. പരിഹാരങ്ങൾ ഇതുവരെ പറഞ്ഞില്ല എങ്കിൽ പോലും ഞാൻ ഈ വീഡിയോയിൽ പൂർണ്ണമായും ആ പരിഹാരത്തെയാണ് പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ സ്വയമേ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്, അതിന് മുന്നോടിയായിട്ട് ഇത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ വിഷയത്തിന് പരിഹാരമായിട്ട് ഉപയോഗിക്കാം. ഒന്ന്, അകാരണമായി നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന ഭയപ്പാട്, പെട്ടെന്നുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയും ക്ഷീണവും ഒക്കെ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിന്, കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന കൊതി, അതുപോലെ തന്നെ വാവിട്ട് കരയുന്ന കരച്ചിൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക്. നാലാമത്, നമ്മൾക്ക് തന്നെ നമ്മളുടെ ജീവിതത്തിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചില ക്ലേശങ്ങൾ, തടസ്സങ്ങൾ വീഴുന്നു എന്ന് മനസ്സിലാക്കിയാൽ അത് എന്താണെന്നറിയാത്ത പക്ഷവും അറിവുള്ള പക്ഷവും ഈ പരിഹാരം നിങ്ങൾക്ക് അവലംബിക്കാവുന്നതാണ്. പ്രാക്ക് ദോഷങ്ങൾക്ക്, ഇതിനു മുമ്പ് വളരെയേറെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരാൾക്ക് പ്രാക്ക് ദോഷം എങ്ങനെ ഏൽക്കുന്നു എന്നുള്ളതിന് ശാസ്ത്രീയമായ അടിത്തറയോടുകൂടി, വിശകലനത്തോടുകൂടി ഞാൻ പ്രാക്ക് ദോഷം ഒരാൾക്ക് എങ്ങനെ ഏൽക്കുന്നു എന്നുള്ളതിൻ്റെ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പം അതിനെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ പരിഹാരവും തികച്ചും ഭക്തിപരമായി മാത്രമല്ല, ഈ പ്രാപഞ്ചികമായി ബന്ധപ്പെട്ട അതിൻ്റെ അടിസ്ഥാന സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഘടകം കൂടി അതിൻ്റെ പുറകിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പുറകേനെ പറഞ്ഞു നൽകാം. ഇപ്പോൾ ഞാൻ ആ പരിഹാരം നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. അപ്പം പ്രാക്കദോഷം, കൊതി, അകാരണമായ ക്ഷീണങ്ങൾ, നമ്മുടെ ഭാഗ്യദോഷം നമ്മളെ ബാധിച്ച് നിൽക്കുന്ന അവസ്ഥകൾ, ബാധാരിഷ്ടതകൾ, ബാധയുണ്ട്, ഭൂതമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകളിൽ നിന്നുമുള്ള ഒരു വിടുതലയ്ക്ക്, ഒപ്പം കലഹം, ഗ്രഹസ്ഥാനത്തുണ്ടാവുന്ന കലഹ, ആ ഒരു അന്തരീക്ഷത്തിൻ്റെ പരിഹാരത്തിന്, ഇതിനും ഒക്കെ ഈ പരിഹാരങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, ഇതിനും തീർച്ചയായിട്ടും ഈ പരിഹാരം ഉപയോഗപ്രദമാകും. നിങ്ങൾ എടുക്കേണ്ടത് 5 കൂട്ടം കാര്യങ്ങളാണ്. കുരുമുളക്, വറ്റൽമുളക്, കടുക്, പച്ചമഞ്ഞൾ, ഒരു നുള്ള് കല്ലുപ്പ്. അതായത് ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ ഈ പറഞ്ഞ 5 കൂട്ടം കാര്യങ്ങൾ, കുരുമുളക്, വറ്റൽമുളക്, പച്ചമഞ്ഞൾ, ഒപ്പം തന്നെ കടുക്, ഒരു നുള്ള് കല്ലുപ്പ്. ഈ കുരുമുളക്, വറ്റൽമുളക്, പച്ചമഞ്ഞൾ, കടുക്, ഈ 4 കൂട്ടം സാധനങ്ങളും 5 എണ്ണം വീതമാണ് എടുക്കേണ്ടത്. അതായത് 5 കടുക്, 5 കുരുമുളക്, 5 വറ്റൽമുളക്, 5 മഞ്ഞൾ, പച്ചമഞ്ഞളിൻ്റെ കഷ്ണം. പച്ചമഞ്ഞൾ കിട്ടാത്ത പക്ഷം, വളരെ ചുരുങ്ങിയ, ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് തീരെ ലഭിക്കപ്പെട്ടില്ല എങ്കിൽ മാത്രം 5 നുള്ള് മഞ്ഞൾ പൊടിയെടുക്കാം. അതല്ലെങ്കിൽ 5 കഷ്ണം ഉണക്ക മഞ്ഞൾ തന്നെ എടുക്കാം. ഈ പച്ചമഞ്ഞളിന് പകരം കൊടിയില, നമ്മൾ വെറ്റക്കൊടിയല്ല, കുരുമുളകിൻ്റെ കൊടിയുടെ ഇല ഉപയോഗിക്കപ്പെടാറുണ്ട്. അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് കൊടിയില ഉപയോഗിക്കാറുള്ളത്. ഇതിന് പകരം പിന്നെ ചില വിഷയങ്ങളിൽ വരുമ്പോൾ ഈ കൊടിയിലയ്ക്ക് പകരം കാഞ്ഞിരക്കമ്പ്, പച്ച കാഞ്ഞിരക്കമ്പുകൾ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി. അപ്പം നിങ്ങളിപ്പോൾ തൽക്കാലം അടിസ്ഥാനപരമായി ബേസിക്കലി നിങ്ങൾ ഈ 5 കൂട്ടം കാര്യങ്ങൾ, കടുക്, 5 കടുക്, 5 കുരുമുളക്, 5 വറ്റൽമുളക്, 5 പച്ചമഞ്ഞളിൻ്റെ കഷ്ണം. പച്ചമഞ്ഞൾ വലുതൊന്നും വേണ്ട, ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട്, ഒരു നെല്ലിക്ക കുരുവിൻ്റെ സൈസിലുള്ള ഒരു ചെറിയ പച്ചമഞ്ഞളിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിനെ 5 ഭാഗങ്ങളായി മുറിക്കുക. അങ്ങനെ 5 കഷ്ണം പച്ചമഞ്ഞൾ, ഒരു നുള്ള് കല്ലുപ്പ്, ഇതിത്രയും ഒരു ചിരട്ടയിലേക്ക് എടുത്തു വെക്കുക. ചിരട്ടയിലെടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഞാൻ പറയുന്ന 4 മന്ത്രങ്ങൾ ഭക്തിപൂർവം മനസ്സിരുത്തി തന്നെ ജപിക്കേണ്ടതാണ്. 4 മന്ത്രങ്ങൾ. ഒന്നാമത്തത് ഓം നമോ നാരായണായ എന്ന മന്ത്രം. ഇത് 108 പ്രാവശ്യം നിങ്ങൾ ജപിക്കണം. അതിനുശേഷം ഓം നമഃശിവായ എന്ന മന്ത്രം, അത് കഴിഞ്ഞിട്ട് ഓം പരാശക്തിയെ നമ എന്ന മന്ത്രം ജപിക്കണം.
ശേഷം ഓം ഭദ്രകാളിയെ നമ എന്ന മന്ത്രം ജപിക്കണം. ഇങ്ങനെ 4 കൂട്ടം മന്ത്രങ്ങൾ ജപിച്ച് 5-ാമതായിട്ട് ഇതെല്ലാം 108 പ്രാവശ്യം വീതമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചിരട്ടയിലേക്ക്, ഉദാഹരണം ഇതിൽ ചിരട്ടയാണെങ്കിൽ അതിലേക്ക് നമ്മൾ ഇതെല്ലാം 5 കടുക്, 5 കുരുമുളക്, 5 വറ്റൽമുളക്, 5 പച്ചമഞ്ഞൾ കഷ്ണങ്ങൾ, 1 നുള്ളു കല്ലുപ്പ്, ഇത് ഇത്രയും എടുത്ത് അത് ചിരട്ടയിൽ വെച്ചിട്ട് അതിൽ തൊട്ട് വേണം ജപിക്കേണ്ടത്. മേൽ പറഞ്ഞ 4 മന്ത്രങ്ങൾ: ഓം നമോ നാരായണായ, ഓം നമ ശിവായ, ഓം പരാശക്തിയെ നമ, ഓം ഭദ്രകാളിയെ നമ. ഇത് 4ഉം 108 പ്രാവശ്യം വീതം ജപിച്ചതിന് ശേഷം ആ ചിരട്ടയുടെ മുകളിലായിട്ട് വാ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൊണ്ടുവന്നിട്ട് ഇടത്തോട്ട് 56 പ്രാവശ്യം ഉഴിഞ്ഞെടുക്കുക. 56 പ്രാവശ്യം ഇടത്തോട്ട്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസിൽ. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു ക്ലോക്ക് വന്നാൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങണം. അപ്പോൾ അതേപോലെ 56 പ്രാവശ്യം ഒഴിഞ്ഞെടുക്കുക. അതിനുശേഷം വീടിൻ്റെ വെളിയിൽ, ഒരു കാരണവശാലും വീടിനകത്താകരുത്, വീടിന് വെളിയിൽ തൊണ്ടും ചിരട്ടയോ വിറക് കഷ്ണങ്ങളോ ഇട്ട് കത്തിച്ചതിന് ശേഷം അതിനകത്തേക്ക് കൊണ്ടുപോയി ഈ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം ഇടുക. ഒഴിഞ്ഞു വെച്ചതിന് ശേഷം പരമാവധി ഒരു കാരണവശാലും അതിനകത്ത് തൊടാതിരിക്കുക, ആ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നതിൽ തൊടാതിരിക്കാൻ ശ്രമിക്കണം. ഇത് കൊണ്ടുവന്ന് തീ കയറി കഴിഞ്ഞിട്ട് അതിനകത്ത് തൊണ്ടും ചിരട്ടയൊക്കെ ഇട്ട് കത്തിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മണ്ണെണ്ണ ഉപയോഗിക്കരുത്, പിന്നെ എഴുതിയ പേപ്പറുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. കർപ്പൂരം, നിങ്ങൾക്ക് എണ്ണ, അതായത് വെളിച്ചെണ്ണ, എള്ളെണ്ണ, നെയ്യ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ കത്തിക്കാൻ വേണ്ടിയിട്ട്, സഹായത്തിന് കത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കത്തിക്കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കത്തിക്കയറുന്ന ജ്വാലയിലേക്ക് ഈ ഒഴിഞ്ഞു വച്ചിരിക്കുന്നത് മൊത്തം ഇട്ട് കത്തിച്ച് കളയുക, അത് ചാരമാക്കുക. ഇത് ഏറ്റവും കുറഞ്ഞത് 8 ദിവസം ചെയ്യണം. അത് നിരന്തരം അങ്ങോട്ട് ചെയ്തു പോകുന്നതിൽ ദോഷങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് 1 മാസം ചെയ്യാം, 2 മാസം ചെയ്യാം. ഏറ്റവും ചുരുങ്ങിയത് ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു 8 ദിവസം ചെയ്യുക. നിങ്ങൾക്കതിൻ്റെ അനുഭവം സ്വയം ഈ ക്രിയ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ മാറ്റങ്ങൾ വളരെ വേഗത്തിൽ അനുഭവിച്ചറിയാൻ. കൊച്ചുകുട്ടികളുടെയൊക്കെ കാരണമായ കരച്ചിലുകളും കാര്യങ്ങളും, വിശപ്പില്ലായ്മ, കൊതിയേക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ വേഗത്തിൽ അനുഭവം ലഭിക്കും. അപ്പം ഈ പറഞ്ഞ പരിഹാരങ്ങൾ നിങ്ങൾക്ക് പ്രാക്ക് ദോഷത്തിന്, ദൃഷ്ടിദോഷം, നേരത്തെ പറഞ്ഞിരുന്ന അനിഷ്ടതകൾ, ശത്രുപരമായ വിളിച്ചു ചൊല്ല്, സങ്കല്പം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് പരിഹാരമാണ്. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, പരിഹാരം പരിപൂർണ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മൾ ജീവിക്കുന്ന വീട്, ആ വീട്ടിലെ വാസ്തുപരമായ അവസ്ഥകൾ, ഗ്രഹത്തെയും വീടിനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഇതൊക്കെ ആസ്പദമായിട്ടാണ്. എന്നിരുന്നാൽ പോലും ഒരു 80% മുകളിൽ ആൾക്കാർക്ക് ഈ ക്രിയകൾ, ഈ ഒരു പരിഹാര ക്രിയ നമ്മൾ ഒരു 8 ദിവസം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് എല്ലാവർക്കും വളരെയേറെ അനുകൂലതകൾ, മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.